എന്താ പറഞ്ഞതെന്നറിയോ? അവസാന കാലാകുമ്പോൾ ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് നിങ്ങൾക്ക്? സംസ്കാരം ഉണ്ടാവില്ല. സംസ്കാരം കളഞ്ഞു കുളിക്കും. വേറെ സംസ്കാരങ്ങളെ വാരിപ്പുണരാൻ ഈ ഉമ്മത്ത് വല്ലാതെ ആഗ്രഹിക്കും. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ ലത്തബഅതുമൂഹും ഖീല അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു കാലം എന്റെ ഈ സമുദായത്തിന് വരാനുണ്ട്. ഏതാണ് ആ കാലം? നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, സംശയമില്ല. അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ലതത്തബിഉന്ന, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്രിൻ, ചാണിന് ചാണായും വദിറാഅൻ ബിദിറായിൻ, മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പല ആളുകളുടെയും, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട പലരുടെയും സംസ്കാരങ്ങളെ ഏതുവരെ? ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ, അവരൊരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും അവരെ ആ വിഷയത്തിലും ഫോളോ ചെയ്യും, ആ വിഷയത്തിലും അനുഗമിക്കും. നിങ്ങൾ പ്രയാസപ്പെട്ട് ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവരുടെ പിന്നാലെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ നിങ്ങൾ പിൻപറ്റും. സംശയമുണ്ടായ അനുചരന്മാര് നബി തങ്ങളോടുള്ള ചോദ്യം, നബിയെ ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാതെ ആരെ കുറിച്ചാണ് പറയാനുള്ളത്? അല്ലാതെ ആരാണെന്ന് ഹബീബ് അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ വിശ്വാസി, നമുക്ക് നമ്മുടേതല്ലാത്ത സംസ്കാരം വേണ്ട. ഏതാഘോഷാണെങ്കിലും ആ ആഘോഷത്തിനൊന്നും പങ്കെടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. അതിനൊന്നും ഗ്രീറ്റിംഗ് അയക്കാൻ നമുക്ക് പാടില്ല. അമ്മാ തഹ്നിയത്തുഹും, അവർക്ക് ആശംസ നേരുക എന്നുള്ളത്, അത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, ബിൽ ഇത്തിഫാഖി ഹറാമും ബിൽ ഇത്തിഫാഖി, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായ പ്രകാരം അത് ഹറാമ് തന്നെയാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത ഹുക്കുമാണത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നമുക്ക് നമ്മുടേത് മാത്രം മതി. അപ്പൊ പുതുവർഷ പുലരിയെ നിലക്ക് നമ്മൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല? ആഘോഷിക്കാൻ കാത്തിരിക്കേണ്ടതില്ല. അത് നമ്മുടെ സംസ്കാരമല്ല. പിന്നെയോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പുതുവർഷം വരുമ്പോ നമുക്ക് പലതും ചിന്തിക്കാനുണ്ട്, നമുക്ക് പലതും ആലോചിക്കാനുണ്ട്. നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ഈ പുതിയ വർഷം വരുമ്പോ സത്യവിശ്വാസി അവന്റെ ആ കഴിഞ്ഞ വർഷത്തിന്റെ പേജുകൾ മറിക്കണം. കഴിഞ്ഞുപോയ വർഷത്തിന്റെ പേജുകൾ അവൻ മറിക്കണം. താളുകൾ മറിച്ചവൻ പരിശോധിക്കണം. ഈ കഴിഞ്ഞ വർഷം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? ഈ കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിന്റെ അരികിലേക്ക് യാത്ര പോകുമ്പോ കൊണ്ടുപോകാൻ എന്ത് വിഭവമാണ് എന്റെ കയ്യിലുള്ളത്? ഞാൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? വിചാരണ ചെയ്യേണ്ട നേരമാണവന്. ഈ വർഷത്തെ യാത്ര അയക്കുമ്പോ അവൻ കണക്ക് നോക്കണം, ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കണം. ലോകത്തെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാത്തവരാരുമില്ലല്ലോ. കച്ചവടക്കാരൻ കണക്ക് നോക്കുന്നു, ബിസിനസ്സുകാരൻ അവന്റെ വരവ് ചെലവ് നോക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസി കഴിഞ്ഞ വർഷത്തിന്റെ താളുകൾ മറിച്ചിട്ട് എന്തുണ്ട് നിന്റെ കയ്യിൽ? ഒന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ട് വല്ലതും തകരാറുണ്ടെങ്കിൽ തിരുത്തേണ്ട സന്ദർഭമാണ് ഈ പുതിയ വർഷം എന്ന് പറയുന്നത്. അത് പരിഹരിക്കേണ്ട കാലമാണ്. കാരണം ആഖിറത്തിലെത്തിയിട്ട് കണക്ക് നോക്കിയാൽ പരിഹരിക്കാൻ സമയമില്ല, ലോകത്തേക്ക് മടക്കമില്ല, പിന്നീട് വീണ്ടും ഈ ജീവിതത്തിലേക്കുള്ള മടക്കമില്ല. അത് പരിഹരിക്കാനാകാത്ത ലോകമാണ്. പരിഹരിക്കേണ്ടത് ഇത് ദാറുൽ അമലാണ്, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്. ദാറുൽ ജസാ വരാനേ ഉള്ളൂ. ജസാഇന്റെ ലോകത്ത് അമലിന് പ്രസക്തിയില്ല. അമൽ ഈ ലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിച്ചോ. ആ പുതുവർഷത്തിൽ നീ ഒന്ന് കണക്ക് നോക്ക്. അല്ല പറയുന്നതെന്ന് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ ഹശറിൽ ഇതല്ലേ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ. വൽതൻളുൻ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോ നഫ്സും എന്ത് ചെയ്തു വെച്ചു എന്ന് ഒന്ന് പരിശോധിക്കണേ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് അല്ലാഹയാണ് സൂറത്തുൽ ഹശറിലൂടെ പറഞ്ഞത്. അല്ലേ? കണക്ക് നോക്കട്ടെ, നമ്മള് എന്താ കയ്യിലുള്ളത് നോക്കണ്ടേ? അല്ലേ? സുദീർഘമായ യാത്രക്ക് വേണ്ടി എന്താ കയ്യിലുള്ളത്?
ഒരു ഗൾഫിക്ക് പോവുകയാണെങ്കിൽ, ദുബായിലേക്ക് പോവുകയാണെങ്കിൽ എത്രയോ തവണ പാസ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുക, എക്സ്പയറി ആയിട്ടുണ്ടോ, ഡേറ്റ് പോയിട്ടുണ്ടോ, വിസ ഓക്കെ അല്ലേ, ടിക്കറ്റ് കൺഫേം ആണോ, യാത്രക്ക് ആവശ്യമായ രേഖകളുണ്ടോ, യാത്രക്കാവശ്യമായ മറ്റുള്ള എല്ലാ സംഗതികളുണ്ടോ. എത്ര തവണ നമ്മൾ പരിശോധിക്കാറുള്ളത് അല്ലേ? ഒരു ചെറിയ യാത്രക്ക് വേണ്ടി. എന്നാൽ മടക്കമില്ലാത്ത യാത്രല്ലേ അള്ളാഹുവിന്റെ അരികിലേക്ക്. ആ പോകുമ്പോ നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്ത് പാതേയമാണുള്ളത്. കൊടിഞ്ഞു തീരുന്ന ഓരോ ദിവസങ്ങളെ കുറിച്ചും, ഓരോ മാസങ്ങളെ കുറിച്ചും, ഓരോ ആഴ്ചകളെ കുറിച്ചും, ഓരോ വർഷങ്ങളെ കുറിച്ചും പലതവണ വീണ്ടും വിചാരം നടത്തിക്കോ. എന്റെ റബ്ബ് ഈ സമയത്തന്നെ തിരിച്ചു വിളിച്ചാൽ എന്തുണ്ട് എന്റെ കയ്യിൽ? അതുകൊണ്ട് വിശ്വാസിക്ക് സമാധാനിക്കാൻ കഴിയൂല, വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയൂല. കാരണം എങ്ങനെ സന്തോഷിക്കുക? ഒരു വർഷം തീർന്നില്ലേ, എന്താ കയ്യിലുള്ളത്? വിശ്വാസി സങ്കടപ്പെടേണ്ട നേരമാണ് അല്ലേ? ഒരു വർഷം തീരുമ്പോ സന്തോഷിക്കേണ്ട നേരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ സംസ്കാരമല്ല.